ഹായ് ഡിയർ. ഈ നോമ്പ് തുടങ്ങിയിട്ട് അധികം ഞാൻ ഒറോട്ട ഉണ്ടാക്കിയതേ ഇല്ല കേട്ടോ. ഒരു ദിവസവും മറ്റെങ്ങാണ്ടാണ് ഒറോട്ട ഉണ്ടാക്കിയത്. ബാക്കി എല്ലാ ദിവസവും വേറെ ഐറ്റംസും അതുപോലെ ഈ ഒറോട്ട ഉണ്ടാക്കാനുള്ള ഒരു സമയവും സന്ദർഭവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇടിയപ്പൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ഒറോട്ടയൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്ന് എന്തായാലും ഞാൻ ഒറോട്ടയ്ക്ക് വേണ്ടിയിട്ട് കുഴച്ച് വെച്ചു. ഇപ്പം നമ്മൾ ഹോട്ടലിലേക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അത് പോട്ടെ, നമ്മൾ ഒറോട്ടയൊക്കെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട റോസ്റ്റ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാളയൊക്കെ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് എനിക്ക് ഒരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കിനും കിട്ടിയതായിരുന്നു കേട്ടോ ഈ അടുത്ത്. അപ്പോൾ അത് നമ്മൾ സവാളയൊക്കെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു ഒറോട്ടി അങ്ങ് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഒറോട്ടി ചുട്ടതുകൊണ്ട് വേറെ ഒന്നും ഗ്യാസിൽ ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ഇൻഡക്ഷനിൽ വെച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത്. മുട്ട റോസ്റ്റ് ഒന്നും ആയപ്പോൾ അതൊന്ന് ഇറക്കി വെച്ചിട്ട് പിന്നെ വേഗം കുറച്ച് ഓട്സ് ആണ് കേട്ടോ ഇന്ന് കാച്ചിയെടുക്കുന്നത്. ഇന്ന് ഞാൻ കാര്യമായിട്ടൊന്നും പൊരിക്കാൻ എടുക്കുന്നില്ല. ഓട്സ് റെഡിയായി കഴിഞ്ഞപ്പോൾ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിചാരിച്ചു ഒരു പഴവും കൂടെ ഒന്ന് പുഴുങ്ങിയെടുത്തേക്കാമെന്ന്. എന്നിട്ട് പിന്നെ നമ്മൾ ചായയും കൂടെ വെച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ മുട്ട റോസ്റ്റിനുള്ള തേങ്ങാപ്പാലൊക്കെ ഞാൻ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതൊഴിച്ച് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുകയാണ്. കൂടെ തന്നെ മുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നേരം മുട്ട ഈ ഗ്രേവിയിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ മുട്ടേൻ്റെ ആ ഒരു സുഖം അങ്ങ് പോകും കേട്ടോ. ഒരു സോഫ്റ്റ്നെസ് പോയിട്ട് കുറച്ച് ഹാർഡാകും അതിൻ്റെ പുറം ഭാഗം. അതിവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഇട്ടെടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റാണ് മുട്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയത്. നല്ല കട്ടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒറോട്ടി നല്ല കട്ടി തേങ്ങാപ്പാലും ആ ഒരു മുട്ട റോസ്റ്റും കൂടെ കഴിച്ച് ഇന്നത്തെ നോമ്പ്